ഏറ്റവും ഫസ്റ്റ് ഇപ്പൊ എന്റെ 1921 ഞാനാണ് പുറകെ നിൽക്കുന്നത്. അങ്കിത്തിന് 1970 ഉണ്ട്. ജസ്റ്റ് 30 more followers മതി. അത് 2000 അല്ലേ ആകത്തുള്ളൂ. 3000 3,000 followers within 25 days. ഹിറ്റ് ചെയ്യുന്ന ആരോ അതാണ് ഫസ്റ്റ് കോമ്പൻസേഷൻ. ഫസ്റ്റ് ടാസ്ക് ഇന്ന് Thursday 26 February. ഓക്കെ, അപ്പം March 25th അല്ല ഇന്ന് എത്ര 25th. അപ്പം March 20th അങ്ങനെയല്ലേ 25 ദിവസം ആകത്തുള്ളൂ. അത് ചുമ്മാ കറക്റ്റ് ഒരു മാസം കഴിഞ്ഞാൽ ഒരു മാസം വേസ്റ്റ് ആവും. ഓക്കെ, 3000 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ വിത്തിൻ 25 ഡേയ്സ്. ആരെ ഹിറ്റ് ചെയ്യുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചെലവ് ചെയ്യണം. അതല്ലേ ന്യായം. ചെയ്യണം. മന്തി എനിക്ക് മന്തി ഇഷ്ടമല്ല, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള മേടിച്ചു. എന്നാലും എവിടെ ഒരു പോകും അതിന് തത്തുല്യമായിട്ടുള്ളത് ഒന്നെങ്കിൽ വല്ല അൽഫാമോ അല്ലെങ്കിൽ എനിക്കൊരു കൊത്തു പൊറോട്ടയും പിന്നെ അതിന്റെ കൂട്ടത്തില് കുടിക്കാൻ വെള്ളം അതിലെല്ലാം 300 രൂപയുടെ സാധനം. അപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ നിനക്ക് നോക്കൂലി 10 രൂപ. എനിക്ക് നോക്കൂലിയായിട്ട് ഒരു 10 രൂപ അങ്ങോട്ട് കൊടുക്കും. 10 രൂപ വലിച്ചോണ്ടങ്ങ് നടന്നോ. അതും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 10 രൂപയുടെ ഒരു കപ്പലണ്ടി വാങ്ങിച്ചു. എനിക്കും അങ്ങനെ എന്തെങ്കിലും സാധനം. പിന്നെ സുന്ദരമായിട്ട് റോഡിൽ കൂടെ അടക്കമുള്ള ഇപ്പോഴും കിടപ്പുണ്ട്. അത് നടന്നേ പറ്റുള്ളൂ. കൃത്യമായിട്ട് ഇല്ല, അതൊന്നും ഇവരെ കാണിക്കണ്ട. അത് ശരിയാകത്തില്ല. അതൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എന്താണ്ട് പറഞ്ഞായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ ടൗണിൽ കൂടെ ഞാൻ തറയിൽ കൂടെ നിരങ്ങാന്ന് പറഞ്ഞു. രണ്ടാമത്തെ വട്ടം വാക്ക് വലിച്ചില്ലെങ്കിൽ സെന്ററിൽ ആ മൂല വരെ ഞാൻ നിരങ്ങി. എന്റെ ഇവിടെ വെച്ചിട്ട് 1:59 പോയിട്ട് ആ ദിവസവും കഴിഞ്ഞ് 4-5 ദിവസം. അന്നത്തെ ദിവസം ഉണ്ടല്ലോ രാത്രി 2-2:30 വരെ എങ്ങാണ്ട് മീറ്റിംഗ് ഒക്കെ ആയിരുന്നേ. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുക, സമാധാനത്തോടെ ഇങ്ങനെ കിടക്കുക. 3:10 ആയപ്പോ ഞാൻ എന്റെ മനസ്സിലുണ്ട് എന്തൊക്കെയോ മിസ്സിംഗ് ആണല്ലോ. പക്ഷെ അങ്ങനെ ടെൻഷൻ ഒന്നും ഇല്ല. എനിക്കിപ്പോഴും ഓർമ്മ 3:20 ഞാൻ ഫോൺ എടുത്ത് ഇങ്ങനെ സമയം നോക്കിയപ്പോ 3:20. അന്നേരം എന്റെ നെഞ്ചിടന്നിടിക്കത് ഓർമ്മ വന്നിട്ട് വീഡിയോ കൊടുത്തില്ല. നാളെ ഇനി എന്തോ എക്സ്ക്യൂസ് പറയും. അപ്പം അത് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്കി മറ്റേ ആദ്യത്തെ ഒന്നിവൻ ഉടായിപ്പിച്ചു. ഇവൻ കുമ്പഴക്കൂടെ നടക്കുന്നത് അത് സ്കിപ്പ് ചെയ്തു. ബിക്കോസ് ഓഫ് സം ഇല്ലസ്. അത് പോക്കോട്ടെ. ഇത് വാക്ക് പാലിക്കത്തില്ല. അത് ഉറപ്പ് കൺഫേം ആയതുകൊണ്ട് എവിടെ തൊട്ട് എവിടെ വരെ AR ബേക്കർ തൊട്ട് അവിടെ വരെ എനിക്ക് പറയാൻ എന്റെ അർജുൻ മൂന്ന് കൊണ്ട് പോകണ്ട. ഇല്ല, ഞാൻ നിരക്കത്തൊന്നുമില്ല. കുടുംബത്തിൽ പറഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യണം? വാക്ക് പാലിക്കണം മിസ്റ്റർ. വാക്ക് പാലിക്കണം. രാത്രി നിറങ്ങാം. അത് ശരിയാത്തില്ല. ഇന്നലെ പറഞ്ഞിരുന്ന നമുക്ക് ചലഞ്ച് ഉണ്ടായിരുന്നു. അങ്കിത്തും ഞാനും തമ്മിൽ 25 ദിവസം കൊണ്ടിട്ട് 200 സംതിങ് ഫോളോവേഴ്സ് ആയിരുന്നത് 3000 ആക്കാനായിരുന്നു ചലഞ്ച്. അപ്പോ 24 മണിക്കൂറുണ്ട്. എത്രയാണ്? ഞാൻ പറഞ്ഞിരുന്ന ചലഞ്ച് പ്രകാരം 25 ദിവസത്തിനകത്ത് 3000 വേണം. 24 മണിക്കൂറിനകത്ത് 6000. കണക്കുകള് മാച്ച് ആവുന്നില്ല. പിന്നെ സ്കാം അടിക്കാൻ നോക്കുന്നത്. സ്കാം. What the fucking scam these people are doing? Actually, it's Indian time, 1 o'clock. I'm meeting right now with a North Indian guy who is based in US. So kind of a US client, and he's not gonna pay us in US dollar, but in INR, and let's see how much he's gonna pay and how much this deal is gonna go. So I'm excited, kind of. Yeah, let's see. അതേപോലെ നമ്മൾ നമ്മളൊരു സ്റ്റാഫിനെ നമ്മുടെ കമ്പനിയിലേക്ക് ഓൺബോർഡ് ചെയ്തു. ഇതുവരെ ജോയിൻ ചെയ്തില്ല, പക്ഷേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ജോയിൻ ചെയ്യാത്തതിന്റെ കാരണം വേണമെങ്കിൽ ഞാൻ തന്നെയാണെന്ന് പറയാം. കാരണം ഞാൻ ജോയിനിങ് ഡേറ്റ് കൊടുത്തില്ല. ഈ പറയുന്ന ജോയിനിങ് ഡേറ്റ് കൊടുക്കാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പുള്ളിക്ക് ഓൾമോസ്റ്റ് ഒരു 34 ഡേയ്സോളം റിമോട്ടായിട്ടേ വർക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. ആൻഡ് ഞാൻ ആലോചിച്ച സമയത്ത് അത്യാവശ്യം നല്ല സ്കിൽഡ് ആണ്, കുറച്ച് കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് 34 ഡേയ്സ് മേ ബി ലെറ്റ്സ് സേ 1 മന്ത്, ഫസ്റ്റ് 1 മന്ത് ഞാൻ റിമോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ കേപ്പബിലിറ്റി എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം കേപ്പബിൾ ആണ്, റിമോട്ടിലിരുന്ന് നമുക്ക് എന്ത് പണിയും ഒപ്പിച്ചു വെക്കാം. ഈവൻ ദോ ഈ പറഞ്ഞ ചാറ്റ് GPT അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് എന്ത് രീതിയിലുള്ള മറ്റിടത്തെ പരിപാടികൾ ചെയ്യാവുന്നത് കൊണ്ടും ആക്ച്വലി കൺഫ്യൂസ്ഡ് ആണ്. ജോയിനിങ് ഡേറ്റ് കൊടുക്കണോ ജോയിനിങ് ഡേറ്റ് കൊടുക്കണ്ടായോ എന്നുള്ളത്. പക്ഷെ വേറെ കാര്യം, എന്റെ ഡിസിഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അതിന് പ്ലാൻ ബി ഓൾറെഡി റെഡിയാണ്. പക്ഷെ പ്ലാൻ എയിലുള്ള ആളുടെ അത്രയും കേപ്പബിൾ അല്ല. സർട്ടിഫിക്കറ്റ് വൈസ് അതേപോലെ തന്നെ സംസാരിച്ചത് വെച്ച് നോക്കുമ്പോഴും കേപ്പബിൾ അല്ല എന്നുള്ളതാണ് ഒരു സത്യം. പ്ലീസ് കം ഓൺ, ഇറ്റ്സ് ജസ്റ്റ് എ വൈൻ. Hey guys, ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 10:15 രാത്രിയിൽ. നമ്മളിപ്പോൾ നമ്മുടെ ഓഫീസിലാണ്. വി ആർ സെറ്റിംഗ് അപ്പ്
സംതിങ് ഫോർ ഹിയർ. കാരണം നമുക്ക് നാളെ 2 ക്ലയൻസ് നമ്മുടെ ഓഫീസിൽ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. So, അതിന് കുറച്ച് ക്ലീനിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഹായ് ഗായ്സ്, നമ്മളങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞത് കുഴപ്പമിരിക്കുകയാണ് ഗൈസ്. ആൻഡ് ഇത് നമുക്ക് നാളെ സെറ്റ് ചെയ്യാനുള്ളതാണ്. We are gonna hang that there. We did something but there went some gap here, so we have no idea what to do. നമ്മളങ്ങനെ ഓഫീസിൽ വന്നിരിക്കുകയാണ് മോർണിംഗ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്ന് 2 ക്ലയൻസ് മീറ്റിങ്ങിന് വരുന്നുണ്ട്. സോ ഓഫീസിന്റെ ഡേ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് ആക്ച്വലി അവർ ഷൂട്ടിംഗ് ഏരിയ. അപ്പുറത്തെ റൂമാണ് നമ്മൾ നമ്മുടെ വർക്കിനായിട്ട് യൂസ് ചെയ്യണേ. ആൻഡ് I'll show you right now. Say hi. Hi. ഹായ് ഗായ്സ്, ഞങ്ങള് വെള്ളം കുടിക്കാൻ വന്നതാണ്. ഞങ്ങളൊരു കരിക്ക് ഷേക്ക് പറഞ്ഞു, ഒരു അവൽ മിൽക്ക് പറഞ്ഞു വിത്തൗട്ട് കപ്പലണ്ടി, പിന്നെന്തോ പറഞ്ഞു, ഒരു ഷാർജയും പറഞ്ഞു.